എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ എറവ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കപ്പല് പള്ളി അല്ലെങ്കിൽ സെൻറ്റ് തെരേസസ് ചർച്ച്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് പള്ളിയൊന്ന് കാണണമെന്ന്. ശരിക്കും ഈ ദേവാലയങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ? എല്ലാത്തിനും ഉപരിയായിട്ട് സമാധാനം എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. നമുക്ക് ഈ ദേവാലയങ്ങളിൽ, അത് ഹിന്ദുക്കളുടെ ആയിക്കോട്ടെ, മുസ്ലിങ്ങളുടെ ആയിക്കോട്ടെ, ക്രിസ്ത്യൻസിൻ്റെ ആയിക്കോട്ടെ, അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അതിലും വലുതല്ല പ്രാർത്ഥന എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളൊക്കെ മുന്നേ നമുക്കവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഫീലുണ്ടല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലുത്. നമ്മൾ എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിലും എത്ര സന്തോഷിച്ചിരിക്കുകയാണെങ്കിലും ഓരോ ആരാധനാലയങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ടല്ലേ, അല്ലെങ്കിൽ സമാധാനം തോന്നാറുണ്ടല്ലേ. അതാണല്ലോ നമുക്ക് വേണ്ടതും. ഒരു കൂട്ടം ക്രിസ്ത്യാനികളുടെ നടുവിലാണ് കേട്ടോ ഞാൻ ജനിച്ചു വളർന്നത്, വളരെ നല്ലവരായ കുറച്ച് മനുഷ്യന്മാരുടെ നടുക്ക്. അതുകൊണ്ട് തന്നെ ഈ പള്ളിയൊന്നും ഞാൻ ആദ്യമായിട്ട് പോകുന്നതോ കാണുന്നതോ അല്ല. ക്രിസ്ത്യാനികളുടെ എല്ലാ ആഘോഷങ്ങളും ഞങ്ങളുടെ വീട്ടിലെ കൂടി ആഘോഷങ്ങളായിരുന്നു കൊച്ചുനാളിൽ. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ പള്ളി കാണണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഈ എറവ് എന്ന് പറഞ്ഞ സ്ഥലത്തു കൂടിയൊക്കെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും കപ്പൽ പള്ളി കാണണമെന്ന്. ഇതിൻ്റെ പുറമേ നോക്കിയാൽ കപ്പലിൻ്റെ ആകൃതിയിലാണെങ്കിലും ഉള്ളിൽ കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയാണ്. ചുമർ ചിത്രങ്ങളും ഭംഗിയുള്ള തൂണുകളും ഒക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ. പക്ഷേ ഒരുപാട് ഈ പുറമേന്ന് കാണുന്ന ഒരു വലിപ്പം ഉള്ളിൽ നമുക്ക് തോന്നില്ല. എന്നാലും ഭയങ്കര രസമാണ് ഇതിൻ്റെ അകം കാണാൻ വേണ്ടിയിട്ട്. ഞാനിത് കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് കേട്ടോ ഇന്നിവിടെ വന്നത്. കപ്പലിൻ്റെ മാതൃകയിലുള്ള കേരളത്തിലെ ഒരേ ഒരു പള്ളിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്കും തീർത്ഥാടകർക്കും ഒക്കെ ഒരു വലിയ ആകർഷണമാണ് ഇവിടം. ഈ പള്ളിയുടെ ഭംഗി കൂട്ടുന്നതിന് ഇവിടുത്തെ ചുമർചിത്രങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട് കേട്ടോ. അത്രയ്ക്ക് ചുമർചിത്രങ്ങളുണ്ട് ഈ പള്ളിയിൽ. ഒരുപാട് നേരം നമുക്ക് നോക്കി നടന്ന് എല്ലാം മനസ്സിലാക്കാനുള്ള അത്രയും അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, നമ്മുടെ ബൈബിളിലെ ഓരോ കഥകളും ഈ ചുമർചിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറച്ച കഥകളൊക്കെ നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഒരുപാട് മനോഹരമായിട്ടുള്ള ചിത്രകലകൾ വേറെയും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ചെന്ന സമയത്ത് ആളും ബഹളങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ സമാധാനമായിട്ട് നടന്ന് എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ പറ്റി. നല്ല രസമായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെന്ന സമയത്ത്. പക്ഷെ തിരിച്ചു വരാൻ തുടങ്ങിയ സമയത്താണ് അധികം ആളുകളൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകാനുള്ള സ്റ്റെയറൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതിന് മുകളിൽ നമുക്ക് ഇരിക്കാനുള്ള ചെയറുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. മുകളിലത്തെ ഭംഗി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മരങ്ങളുടെ ആകൃതിയിലുള്ള തൂണുകളൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെ കസേരകളൊക്കെ ഇട്ടിട്ടുമുണ്ട് കേട്ടോ. ഈ തൂണ് ഒരു മറവാകുമോ താഴത്തെ പ്രാർത്ഥനയൊക്കെ കാണാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഫാനുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കേ, ശരിക്കും മരത്തിൻ്റെ ആകൃതിയിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പള്ളീൻ്റെ ഉള്ളിൽ ഇങ്ങനെ തൂണുകളൊക്കെ, ഒരുപാട് തൂണുകളൊക്കെയുള്ള പള്ളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലാത്ത പള്ളികളിലൊക്കെ ഇങ്ങനെ ഒരുപാട് സ്പേസ് ഇങ്ങനെ വെറുതെ കിടക്കല്ലേ, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെയറുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബെഞ്ചും ഡെസ്കൊക്കെ ഇട്ടിട്ട് അങ്ങനെയല്ലേ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നിറച്ച് തൂണുകളൊക്കെ ആയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്, കുറേ പേർക്ക് ഇരിക്കാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ. എത്ര പേരാണ് ഈ പള്ളിയിൽ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് പേരെന്താണെങ്കിലും വരുന്നുണ്ടാകും. കുറേ വിനോദസഞ്ചാരികളൊക്കെ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ പള്ളിയിലേക്ക് കയറുന്ന ആ ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കുറേ വിശുദ്ധന്മാരുടെയൊക്കെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, അവരുടെ എല്ലാവരുടെയും പേരുകളും എല്ലാം ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് കയറി കാണാതെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ആ ഒരു റൂമും കിടക്കുന്നത്. പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സെമിത്തേരി പള്ളിയുടെ അടിയിൽ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ അവിടേക്കും പോയി കണ്ടിരുന്നു. ഇത് നോക്കിക്കേ, ഈ പള്ളിയുടെ ഉള്ളിൽ നിന്ന് തന്നെ താഴോട്ടേക്ക് സ്റ്റെപ്പുണ്ട്. ഒരു സൈഡിൽ കൂടെ താഴേക്ക് കുറച്ച് ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ഇവിടുത്തെ സെമിത്തേരി ഉള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരെണ്ണം കാണുന്നത്. നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പം എന്തോ ഒരു ഇത് തോന്നും, എന്താണെന്ന് എനിക്കറിയില്ല പറയാൻ. അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് 1-2 പേരുണ്ടായിരുന്നു കേട്ടോ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട്. കല്ലറയിൽ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് ആളുകളുണ്ടായിരുന്നു. നോക്കിക്കേ, കുറേ ആൾക്കാരുടെ ഫോട്ടോയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോന്നും ഇങ്ങനെ പുറത്തേക്ക് വലിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ. വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് കൂടുതൽ അറിയത്തില്ല. എന്താണെങ്കിലും ഇതൊരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ. ആദ്യത്തെ അനുഭവമായിരുന്നു എൻ്റെ. ഞാൻ ഇങ്ങനെയൊരു സ്ഥലം കണ്ടിട്ടില്ല വേറെ പള്ളിയിലൊന്നും.
പിന്നെ അങ്ങനത്തെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളും ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. അതെല്ലാം കണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ അവിടെ അടുത്തുള്ളവരൊക്കെ ചോദിച്ചു. ഇതെന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് ഇതാണ് ഇവിടുത്തെ സെമിത്തേരി എന്ന്. ഇതെല്ലാം കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ കപ്പലിൻ്റെ പുറത്ത് തന്നെയായിട്ട് വെള്ളത്തിനകത്ത് മീനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവർ. ശരിക്കും കപ്പലിൻ്റെ മാതൃകയിൽ തന്നെ പുറമേ ആണെങ്കിലും വെള്ളത്തിൽ മീനെയൊക്കെ വളർത്തിയിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം പള്ളിയുടെ ചുറ്റും നടന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് പയ്യാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.